ഇന്നലെയായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം ഉറപ്പിക്കൽ ചടങ്ങ്. വ്ളോഗിങ്ങിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വളരെയധികം സുപരിചിതയായ ഈ താരപുത്രി തൻ്റെ പ്രണയത്തെക്കുറിച്ചും ഉടൻ വിവാഹമുണ്ടാകുമെന്നതിനെക്കുറിച്ചുമൊക്കെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ആദ്യമൊക്കെ ഈ താരപുത്രിയുടെ പ്രണയത്തിന് വീട്ടിൽ എതിർപ്പാണെന്ന് പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ മറുപടിയുമായി കൃഷ്ണകുമാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഓസിയുടെ സന്തോഷം ഞങ്ങളുടെയും സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും ഈ ബന്ധം അംഗീകരിച്ചുവെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള പെണ്ണ് കാണലെന്നും പറഞ്ഞുകൊണ്ട് ചിത്രം പങ്കുവച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ എന്ത് ബഹളമായിരുന്നു. ഓസിയുടെ ബന്ധം വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്നായിരുന്നു നിരവധി പേർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിലൂടെ മനസ്സിലാക്കുന്നു ഓസിയുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടമെന്ന്. ആദ്യമൊക്കെ വീട്ടുകാർ എതിർക്കുമെന്നും ഓസി വീട്ടുകാരുടെ ഇഷ്ടമല്ലാതെയാണ് നടത്തുന്നതെന്നുമൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടം തന്നെയായിരിക്കും എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടമെന്ന് അന്ന് ഓസി പറഞ്ഞിരുന്നുവെങ്കിലും ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് ദിയ പറഞ്ഞപ്പോൾ അത് വിശ്വാസമായി മാറിയത്. ദിയയുടെ ആത്മവിശ്വാസവും ദിയയുടെ സ്നേഹവും തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയ്ക്കും വലുത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്ന വ്യക്തിയാണ് ദിയ കൃഷ്ണ. ഒരുപക്ഷെ അച്ഛനും അമ്മയും അറിയുന്നതിനേക്കാൾ അവരെ ഫോളോ ചെയ്യുന്ന ആരാധകരായിരിക്കും ആദ്യം അറിഞ്ഞിട്ടുണ്ടാകുക. അശ്വിൻ എന്ന ചെറുപ്പക്കാരനുമായി ദിയ പ്രണയത്തിലായപ്പോൾ തന്നെ പ്രേക്ഷകരോട് ഇവരെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടുകാരോട് വന്ന് സംസാരിച്ചതും ഇത്രയും ആയതുമൊക്കെ. ഫോണിലൂടെ മാത്രമേ ഇവർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇവർ വിവാഹത്തിലേക്ക് എത്തിക്കുന്നതൊക്കെ. വിവാഹത്തിൻ്റെ കാര്യങ്ങളും വിവാഹത്തിൻ്റെ ഉടൻ നടപടികളുമൊക്കെ തീരുമാനിക്കാനാണ് വീട്ടിലേക്ക് വന്നതെന്ന് ഇന്നലത്തെ വ്ളോഗിലൂടെ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ വിവാഹത്തിന് മുൻപേ ഹണിമൂൺ കഴിഞ്ഞു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ അത്തരത്തിലല്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ കരുതിക്കോളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് നല്ല കൃത്യമായ നിശ്ചയമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല ഒരു കാര്യവും നടന്നത്. എൻ്റെ വീട്ടുകാരൊക്കെ തീരുമാനിച്ച വിവാഹം തന്നെയാണ്. ഇനിയൊരു എൻഗേജ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. വിവാഹം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആവശ്യമില്ലാത്ത ചിലവിലേക്ക് എനിക്ക് വലിച്ചു നീർക്കേണ്ട കാര്യമില്ല. ഇനി വിവാഹത്തിലേക്കായിരിക്കും ഞങ്ങൾ പോകുന്നതെന്നും ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണിതെന്നും ഇപ്പോൾ തന്നെ ദിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ തന്നെയും ഇക്കാര്യങ്ങൾ അറിയാമെന്നും ഇപ്പോൾ ഇത് ഒഫീഷ്യലായി തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമാണെന്നും പ്രേക്ഷകർ പറയുന്നു. അശ്വിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെയും ചടങ്ങ് പ്രകാരം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു താലവുമായി വെറ്റയും പാക്കും അതുപോലെ ഫ്രൂട്ട്സുമായിരുന്നു വന്നത്. ഇത്തരത്തിലാണ് അവർ പെണ്ണ് കാണാൻ പോകുമ്പോഴും വിവാഹം ഉറപ്പിക്കുമ്പോഴും ചെയ്യാറുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇപ്പോൾ ഓസിക്ക് ആശംസകൾ അറിയിച്ച് എത്തുകയാണ്. ഓസിയുടെ പ്രണയം വീട്ടിൽ സമ്മതിക്കുകയും നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി ഇപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചല്ലോ എന്നും ഇതിനപ്പുറം ഇനി എന്താണ് വേണ്ടതെന്നുമൊക്കെയാണ് നിരവധി പേർ പറയുന്നത്. ഓസിയോടുള്ള തീരുമാനത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. ഓസിയുടെ ഈ കാമുകൻ കൊള്ളാമെന്നും ഇതിപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റിയ പയ്യനാണ് എന്നുമൊക്കെ നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത്. അത്ര നല്ല ചെറുപ്പക്കാരനാണ് അശ്വിൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ഓസിയുടെ സന്തോഷത്തിന് കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും കൈയടിക്കുകയാണ് പ്രേക്ഷകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.